ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ രുചിയൂറും ഒരു രസമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 4 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ പുളിയുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മല്ലിയില, 1/2 കപ്പ് മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 പച്ചമുളക്. ഇത് അധികം എരിവുള്ള പച്ചമുളകല്ല, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 5 അല്ലി വെളുത്തുള്ളി, 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി, 1 ടീസ്പൂൺ കടുക്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ ഈ വാളംപുളി നമുക്ക് ഇട്ട് മാറ്റി വെക്കാം. എന്നിട്ട് തക്കാളി നമുക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് എടുക്കാം. തക്കാളിയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മല്ലിയിലയും അതുപോലെ അരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞ് ചെറിയ ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം ഇത് ചതച്ചെടുക്കാനായിട്ട്. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ചുമന്ന മുളക് മുറിച്ച് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില ചേർക്കാം. ഒന്ന് ഇളക്കി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കാം. ഇളക്കി അത് ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ഏകദേശം ഈ ഒരു രീതിയിലാകുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി അതിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അതിൽ തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും 1 പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി നന്നായിട്ട് തിളച്ചതിന് ശേഷം തീയ ഓഫ് ചെയ്യാം. ഈ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മല്ലിയില ചേർത്ത് കുറച്ചു നേരം അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.